Good morning, all. Good morning, ma'am. Good morning, Miss. മിസ്സിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കഴിഞ്ഞു അല്ലെ? ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. മിസ് നെക്സ്റ്റ് എടുക്കുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. ആൽവിൻ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല അല്ലെ ക്ലാസ്സില്? ആൽവിൻ മിസ് ഡിസാസ്റ്റർ എന്നുള്ള ആ ഒരു ചാപ്റ്റർ മിസ്സിന്റെ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. ലാസ്റ്റ് ആ ഒരു ടേബിൾ ആണ് മിസ് എടുത്തത്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ്. നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലില് ഒരുപാട് ഗ്യാസുകൾ അല്ലെ നമുക്ക് ഇൻഹലേഷൻ ചെയ്യുന്നതിന്, റെസ്പിറേഷൻ തെറാപ്പി ചെയ്യുന്നതിന് വേണ്ടി, അനസ്തീഷ്യക്ക് വേണ്ടിയിട്ടൊക്കെ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ആണോ? ഏതൊക്കെ തരത്തിലുള്ള ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് അറിയോ നിങ്ങൾക്ക് ഹോസ്പിറ്റലില്? പറഞ്ഞേ നോക്കട്ടെ. ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പിന്നെ ഏതൊക്കെയാണ്? മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? റെസിസിറ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ ശുദ്ധമായ വായു ഉപയോഗിക്കുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്താണ്? അനസ്തേഷ്യക്കൊക്കെ വേണ്ടിയിട്ട് നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പലതരത്തിലുള്ള ഗ്യാസുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വാക്കും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ തുടങ്ങാം അല്ലെ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, introduction. Medical gases are gases administered to patients അല്ലെ? ഹോസ്പിറ്റലില് നമ്മൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന, പേഷ്യൻസിന് നൽകുന്ന ഗ്യാസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിലെ വൈദ്യുതി, വെള്ളം, AC, എയർ കണ്ടീഷനിങ് പോലെ എന്താണ് തന്നെ ഹോസ്പിറ്റലില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ ഇല്ലാതെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ടോ? എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ എടുത്തപ്പോൾ മിസ് പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഇലക്ട്രിസിറ്റി, വാട്ടർ, AC അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു ഘടകമാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് used in medical procedure are used for treatment, for anesthesia and some for driving medical devices and tools. എന്താണ്? നമ്മൾ മെഡിക്കൽ ഗ്യാസസ് ആ ഒരു ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ട്? ഒരുപാട് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് നെബുലൈസേഷൻ തരാം, അല്ലെങ്കിൽ റെസ്പിറേഷൻ തെറാപ്പിക്കൊക്കെ എന്താണ് നമ്മൾ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതേപോലെ അനസ്തേഷ്യ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടും നമ്മൾ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സം മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു ടൂള് അല്ലെങ്കിൽ പവർ ആയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്?
മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻക്യുബേറ്റർ, വെന്റിലേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി, പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. നമുക്കറിയാം മെഡിക്കൽ ഗ്യാസസ് എവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത്? എല്ലാ ഏരിയാസിലും വേണം അല്ലെ നമുക്ക് മെഡിക്കൽ ഗ്യാസുകൾ. വാർഡില്, ICUല്, ഒബ്സ്ട്രക്ടിക്സില് അല്ലേ? റൂംസില്, ICUല് അല്ലെ? അപ്പൊ നോക്കിയേ, the departments that use medical gases in your hospital consist of, അല്ലെ? നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ്, ഏതൊക്കെ സെക്ഷനിലാണ് മെഡിക്കൽ ഗ്യാസസ് ഹോസ്പിറ്റൽ യൂസ് ചെയ്യുന്നത്? റൂംസില്, റിക്കവറി റൂം അല്ലെ? റിക്കവറി റൂം എന്ന് പറഞ്ഞാല് സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് എന്താണ് നമുക്ക് കുറച്ചു നേരം ഒബ്സർവേഷന് വേണ്ടിയിട്ടും മോണിറ്ററിംഗിന് വേണ്ടിയിട്ടും റിക്കവറി റൂമിൽ കിടക്കാറുണ്ട് അല്ലെ? ഒരു ദിവസത്തേക്ക് ഒബ്സർവേഷൻ ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള റിക്കവറി റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെ? രോഗനിർണയ നടപടിക്രമങ്ങൾ ലബോറട്ടറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്റർവെൻഷൻ ഏരിയാസ് അല്ലെ? ചികിത്സകളൊക്കെ നൽകുന്ന ഏരിയാസിലുണ്ട്. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? പ്രസവാനന്തര പ്രസവ ചികിത്സകൾ നൽകുന്ന ഏരിയാസിലുണ്ട്. വാർഡുകളിലുണ്ട്, ICUലുണ്ട്, ജനറൽ വാർഡ്സുകളിൽ എക്സെട്ര അല്ലെ? എന്ന് വേണ്ട ഹോസ്പിറ്റലിലെ മിക്ക ഡിപ്പാർട്ട്മെന്റുകളിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് അല്ലെ? നമ്മൾ ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും നമുക്ക് സിലിണ്ടേഴ്സ് ഒക്കെ കാണാൻ സാധിക്കാറുണ്ടോ? സിലിണ്ടർ ഒക്കെ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്ന സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയ വലിയ ഹോസ്പിറ്റലിലും സിലിണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? ഇപ്പൊ ഈ പിക്ചറിൽ കണ്ടോ നിങ്ങൾ? ഇതാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ പോലെ ഇരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ലൈൻ വഴി, നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി വരുന്ന ഈ ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് എക്യുപ്മെന്റുകളിലേക്ക് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? വാളിനോട് ചേർന്ന് തന്നെ ബോർഡ് പോലെ തന്നെ, നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ പോലെ തന്നെ ആയിരിക്കും കാണപ്പെടുന്നത്. നമ്മുടെ ഓരോ ഗ്യാസുകളുടെ ഔട്ട്ലെറ്റുകൾക്ക് ഓരോ കളർ കോഡുകൾ കൊടുക്കുന്നുണ്ട്. ഓക്സിജന്, കാർബൺ ഡയോക്സൈഡ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് കേട്ടോ. ഇത് ഏത് ഗ്യാസിന്റെ ഔട്ട്ലെറ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയൊക്കെയാണോ? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പൈപ്പ് ലൈനിൽ നിന്ന് ഔട്ട്ലെറ്റുകൾ വഴിയാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്, എക്യുപ്മെന്റുകളിലേക്ക് ഗ്യാസുകൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, medical gas system include vacuum system and waste anesthetic gas disposal, anesthetic gas scavenging system. നമ്മ മെഡിക്കൽ ഗ്യാസുകൾ വാക്വം സിസ്റ്റത്തിൽ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് വാക്വം സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ അല്ലെങ്കിൽ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ എന്ന് പറയുന്നത് നമ്മുടെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഗ്യാസുകളിലെ അനസ്തേഷ്യ ഒക്കെ കൊടുത്തതിന് ശേഷം അത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ, തങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എയർ പൊല്യൂഷൻസ് പോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അറ്റ് എ ടൈം നമുക്കത് സ്കാവെഞ്ചിങ് ചെയ്ത് അത് വലിച്ചെടുത്ത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്പോസലിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അനസ്തെറ്റിക് ഗ്യാസുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അത് നമ്മൾ വലിച്ചെടുത്ത് ഡിസ്പോസ് ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പൊല്യൂഷൻസിനും കാരണമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ആ ഒരു വേസ്റ്റുകൾ വലിച്ചെടുത്ത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ?
ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. നമ്മ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസ് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ എയർ. Medical air means a clean supply of compressed air used in hospitals and healthcare facility to distribute medical gas. എന്താണ് മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്തിട്ടുള്ള, കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് ഉപയോഗിക്കുന്ന, അപ്പൊ കംപ്രസ് ചെയ്ത ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മ ഹോസ്പിറ്റലില് എന്താണ് ഗ്യാസ് ഒക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വായുവിനെ, ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് എന്ത് ചെയ്യണം? ചിലപ്പോ അവർ ആ ഒരു അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് റിലാക്സ് ചെയ്യുന്നത് വരെ ചിലപ്പോ അവർക്ക് വായു കൊടുക്കേണ്ടി വരും, അല്ലെ? എയർ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്താ കൊടുക്കുന്നത്? മെഡിക്കൽ എയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധമായ വായുവിന്റെ വിതരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻസ്. എന്തില്ലാന്ന്? പൊല്യൂഷൻസ് ഇല്ല, അല്ലെ? മലിനമല്ല, ശുദ്ധമായ വായുവാണ്. ആൻഡ് പാർട്ടിക്കിൾസ്, അല്ലെ? പാർട്ടിക്കിൾസ് ഇല്ല. ആൻഡ് ഹാസ് നോ ഓയിൽ ആൻഡ് ഓർ ഓർഡർ. ഇത് ഓയിൽ ഫ്രീ ആയിരിക്കും, അല്ലെ? നെക്സ്റ്റ് എന്താണ്? മണമില്ലാത്ത, ഓർഡേഴ്സ് മണമില്ലാത്തതായിരിക്കും. ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡ് ഇൻ ദ ഫെസിലിറ്റീസ് ഓഫ് പൈപ്പ് ലൈൻ. നമ്മുടെ ഹോസ്പിറ്റലിലെ പൈപ്പ് ലൈൻ ഫെസിലിറ്റീസിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ വായുവിനെ, ശുദ്ധമായ വായുവിനെ കടത്തി വിട്ടിട്ട് അത് ആ ഒരു ബ്ലോക്കുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നു. ഓക്കെയാണോ? മെഡിക്കൽ എയർ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് പൊല്യൂഷൻസ്, അല്ലെ? പൊല്യൂഷൻസ് ഇല്ലാത്തതാണ്, പാർട്ടിക്കിൾസ് ഇല്ലാത്തതാണ്, ഓയിൽ ഫ്രീ ആണ്, കൂടാതെ മണമില്ലാത്തതുമായിട്ടുള്ള എയർ ആണ്, ശുദ്ധമായ വായുവാണെന്നാണ് അവിടെ പറയുന്നത്. കൂടാതെ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലെ പൈപ്പ് ലൈൻസിൽ എന്തെങ്കിലും വാട്ടർ ബ്ലോക്കുകൾ എന്തെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കംപ്രസ് ചെയ്ത എയർ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ബ്ലോക്കുകൾ മാറ്റാം, അല്ലെ? ആണോ? നമ്മുടെ വീട്ടിലൊക്കെ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഓസൊക്കെ ഇട്ട് വെള്ളമൊക്കെ അടിച്ചു വിടാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കംപ്രസ്ഡ് എയർ കടത്തി വെച്ച് കാണിട്ട് നമുക്ക് ആ ബ്ലോക്കുകൾ മാറ്റാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ. When a patient is in the operating room, നമ്മുടെ പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലാണെങ്കിൽ, അതായത് ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ, whether it's an emergency or not, അവർക്ക് എമർജൻസി ആണെങ്കിലും അല്ലെങ്കിൽ, അല്ലെ, അടിയന്തര ഒരു സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിലും, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. അല്ലെ, ആ ഒരു പേഷ്യന്റിനെ കംഫർട്ടബിൾ, ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെ, ശ്വസിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ സർജന് മെഡിക്കൽ എയർ അവർക്ക് നൽകുന്നു. ഓക്കെ ആണോ? ഒരു പേഷ്യന്റ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഒബ്സർവേഷനിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് എന്താണ്? ശ്വസനത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? മെഡിക്കൽ എയർ നൽകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയട്ടെ മിസ്. ഓക്സിജൻ അറിയാം. ഓക്സിജൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലില് എന്തിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ബ്രീത്തിങ് ഇഷ്യൂസ്, അല്ലെ? ആണോ? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പറയേ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? പറയേ. പറഞ്ഞല്ലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എയർവേസ് ഇഷ്യൂസ്, അല്ലെ? ഓക്കെ. ഇൻഹലേഷൻ തെറാപ്പി, അല്ലെ? റെസൂസിറ്റേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ?
പുനരുത്തേജന ഏരിയാസിലൊക്കെ ഓക്സിജൻ വേണം അല്ലേ? അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്താണ് നമ്മൾ ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? പെട്ടെന്ന് ശ്വാസത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നവർക്ക് അല്ലെങ്കിൽ എയർവേ ഓപ്പൺ ചെയ്യേണ്ടവർക്കൊക്കെ ഓക്സിജൻ കൊടുത്തിട്ടില്ലേ നമ്മുടെ എയർവേ ഓപ്പൺ ചെയ്യുന്നത്? ബ്രീത്തിങ്ങിന് അനസ്തേഷ്യ എന്നല്ല, ആ ഒരു സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു ഹെൽത്ത് ശ്വസനം സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് ആ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഏതൊക്കെ ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത് നോക്കിയേ. ഓക്സിജൻ a medical gas required in every healthcare settings and is used for resuscitation and inhalation therapy. അല്ലെ, എന്താണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു ഗ്യാസ് എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും ആവശ്യമായിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് ആണ് അല്ലെ? ആണോ? മറ്റു ഗ്യാസുകൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് മാറ്റിയിരുത്താം അല്ലെ? പക്ഷെ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അല്ലെ? ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസ്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ, ഈ ഗ്യാസ് എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്? റെസൂസിറ്റേഷൻ, ലൈക്ക് മിസ് പറഞ്ഞ പോലെ പുനരുത്തേജനം, നമുക്ക് CPR കൊടുക്കണം. അതല്ലെങ്കിൽ എന്താണ് CPR അല്ല, അവർക്ക് റെസൂസിറ്റേഷൻ, പുനരുത്തേജനം, ഇപ്പൊ എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഓക്സിജൻ ഒക്കെ കൊടുത്ത് അവരെല്ലാം നമുക്ക് സ്റ്റേബിൾ ആക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പുനരുത്തേജന ഏരിയാസിലേക്ക്. പിന്നെ ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന തെറാപ്പി അല്ലെ? നമുക്ക് നെബുലൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഓക്സിജൻ തരാറുണ്ടോ? അതോടൊപ്പം തന്നെ ആ നെബുലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ്? അപ്പൊ ഇൻഹലേഷൻ തെറാപ്പിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. It can be used for medical condition like COPD, cyanosis, shock, severe hemorrhages, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. എന്താണ് നമ്മൾ ഈ ഒരു ഓക്സിജൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻ ആണ്? COPD അല്ലെ? COPD എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് അല്ലെ? എന്താണ് നമുക്ക് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് അല്ലെ? ഇപ്പൊ അമിതമായിട്ട് പുകവലിക്കുന്നവർക്ക് അല്ലെ, വായുമലിനീകരണം ആ ഒരു ഏരിയാസില്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അപ്പൊ അവർക്ക് ആ ഒരു ഇൻഹലേഷൻ തെറാപ്പി ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സൈനോസിസ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിട്ടൊക്കെ വരുന്നത് അല്ലെ? അപ്പൊ സൈനോസിസ് ഉള്ളവർക്ക് ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഷോക്ക് വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? അവരെന്താണ് ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. സെവറൽ ഹെമറേജസ്, അമിതമായ രക്തസ്രാവക്കായി വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. കാർബൺ മോണോക്സൈഡിന്റെ പോയിസണിങ് ഏറ്റവർക്ക് കൊടുക്കുന്നുണ്ട്. ട്രോമ അല്ലെ? ആഘാതങ്ങൾ സംഭവിച്ചവർക്ക് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റുമായി വരുന്ന പേഷ്യൻസിന് റെസൂസിറ്റേഷൻ ഏരിയാസിലേക്ക് ലൈഫ് സപ്പോർട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഏരിയാസിലേക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇതൊക്കെ നമ്മ ഓരോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? സൈനോസിസ് എന്താണ്? COPD എന്താണ്? കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്താണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയാസിലേക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ആ ഒരു പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ്, carbon dioxide. Carbon dioxide is used for insufflating medical gas for less invasive surgeries like laparoscopy എന്നാണ് കേട്ടോ. LA ഉണ്ടോ ഇതിന്റെ ഒപ്പം? LA ഉണ്ടോ? ഇല്ല, LA ഇരിക്കും. ലാപ്രോസ്കോപ്പി ആണ് കേട്ടോ. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി എന്താണ്? ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്
ഉപയോഗിക്കുന്നത് ചെറിയ മുറിവുകളൊക്കെ കീ ഹോൾ സർജറി എന്നൊക്കെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് കേട്ടിട്ടില്ലേ? കീ ഹോൾ സർജറി. അപ്പൊ അതിലേക്ക് കൂടി നേരത്തെ ട്യൂബുകളൊക്കെ കടത്തി വിട്ടിട്ടാണ് അല്ലെ അവർ ആ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. ഓപ്പൺ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? ചെറിയ ട്യൂബുകൾ അതിൻ്റെയോടൊപ്പം ക്യാമറാസ് ഒക്കെ കടത്തി വിട്ടിട്ടാണ് അവർ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർ ആ ഒരു ട്യൂബ് കടത്തി വിട്ട് കഴിയുമ്പോൾ ആ ഒരു ഏരിയാസിൽ അവർക്ക് ചെയ്യണമെങ്കിൽ അതെന്താണ്, അവർക്ക് ശരിയായ രീതിയിൽ ആ ഒരു ഏരിയ വിസിബിൾ ആയിരിക്കണം അല്ലെ, കാണാൻ സാധിക്കണ്ടേ? ഇപ്പൊ അബ്ഡോമിന്റെ ഉള്ളില് അല്ലെങ്കിൽ ലങ്സ് അവർക്ക് എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ചെറുകുടല് അല്ലെങ്കിൽ വൻകുടലൊക്കെ എക്സാമിൻ ചെയ്യണമെങ്കിൽ എന്താണ്, ആ ഒരു ഏരിയാസ് അവർക്ക് കറക്റ്റ് ആയ രീതിയിൽ വികസിച്ച് കാണണ്ടേ? കാണണോ? കാണണം. അപ്പൊ ആ ഒരു ഏരിയ അവര് ഏത് സ്ഥലത്താണോ അവർ ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ആ ഒരു ഭാഗം ഇൻസഫ്ലേറ്റിംഗ് ചെയ്യുക, അതായത് ഊതി വീർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെയാണോ? ഇപ്പൊ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ വയറിനകത്ത് എന്താണ് ഒരു ചെറിയ മുറിവുണ്ട്, വയറിന്റെ അവിടെ ചെറിയ മുറിവുണ്ടാക്കി എന്താണ് നമുക്ക് വയറിന്റെ ഉൾഭാഗം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. അല്ലേ? ലാപ്രോസ്കോപ്പി ഒക്കെ കേട്ടിട്ടില്ലേ? വയറിന്റെ ഉൾഭാഗം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ആ ഒരു വയറിന്റെ എവിടെയാണ് അവർ പരിശോധിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു കറക്റ്റ് ആ ഒരു ഭാഗം ഒരു കറക്റ്റ് ആയ രീതിയിൽ വിസിബിൾ ആവണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം, ആ ഭാഗം ഒന്ന് ഊതി വീർത്ത പോലെ ബൾജ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ശരിയായ രീതിയിൽ അതിന്റെ ഉൾഭാഗം എക്സാമിൻ ചെയ്യാം അല്ലെ. ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം അവർക്ക് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി, ഇൻസഫ്ലേറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി, ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? അതില് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ വയറിനകത്ത് എക്സാമിൻ ചെയ്യാൻ അതിന്റെ ഉൾഭാഗം എന്തെങ്കിലും അതിന്റെ ഉള്ളിലെ അവയവങ്ങളുടെ പരിശോധിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രോബ്ലംസ് ഉണ്ടോ ഇഷ്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ജോയിന്റ് പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ, ബോൺസുമായി ബന്ധപ്പെട്ട ജോയിന്റ് സന്ധികൾക്ക് എന്നൊക്കെ പറയാറുണ്ട്, കൈയിന്റെ കാലിന്റെ. അപ്പൊ അവർക്ക് ആ ഒരു ഭാഗം എവിടെയാണോ ഏത് ജോയിന്റിനാണോ പ്രശ്നം എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ് ആർത്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ കാലിന്റെ ആ ഒരു ജോയിന്റിനാണെങ്കിൽ എന്താണ്, അവർ ട്യൂബുകളെ കടത്തി വിടുമ്പോൾ ആ ഒരു മുട്ടിന്റെ ആ ഭാഗം ഊതി വീർത്ത് നിൽക്കണോ, അവർക്ക് അതിന്റെ ഉൾഭാഗം ശരിയായ രീതിയിൽ കാണണം അല്ലേ, വിസിബിൾ ആവണ്ടേ? കാൽമുട്ടിന്റെ എവിടെയാണ് അവർ പരിശോധിക്കുന്നതെങ്കിൽ അപ്പൊ ആ ഒരു ആർത്രോസ്കോപ്പി പ്രൊസീജിയേഴ്സിന് എൻഡോസ്കോപ്പി അല്ലേ. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിച്ചിട്ടുണ്ടല്ലോ എൻഡോസ്കോപ്പി. വായുവിലൂടെയൊക്കെ ട്യൂബുകൾ ഇട്ടിട്ട് നമ്മുടെ ഇന്നർ ബോഡി അല്ലേ, ശരീരത്തിന്റെ ഉൾഭാഗം എക്സാമിൻ ചെയ്യുന്നതാണ് അല്ലെ. നമ്മുടെ എന്താണ് ആമാശയം, എന്താണ് അന്നനാളം, വൻകുടല്, ശ്വാസകോശം അല്ലെ, അങ്ങനെയുള്ള ഭാഗങ്ങളെ എക്സാമിൻ ചെയ്യും. ശരീരത്തിന്റെ ഉൾഭാഗത്തെ അല്ലെ ഇന്നർ ബോഡി ഉൾഭാഗത്തെ എക്സാമിൻ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ ആണ് എൻഡോസ്കോപ്പി. നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ ഒക്കെ ട്യൂബുകൾ ഇട്ടിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് എന്താണ്, ക്രയോതെറാപ്പി. ക്രയോതെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരില്ലേ, ടിഷ്യൂസ് ഡാമേജ് വരുന്നത്, ക്യാൻസർ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ ഒരു ഭാഗം അവർക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ കൈയിനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ ബ്രസ്റ്റിനാണ് എവിടെയെങ്കിലും, അപ്പൊ ആ ഒരു ഭാഗം ഏതൊക്കെ ടിഷ്യൂസിനാണ് കംപ്ലൈന്റ് അല്ലെ, അത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണല്ലോ. അപ്പൊ അവരെന്തായിരിക്കും നമുക്കറിയാം, നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ഓപ്പൺ സർജറിയും കേട്ടിട്ടില്ലേ, ഹാർട്ടിന്റെ ഓപ്പൺ സർജറി ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്. പക്ഷെ ഇതിൽ രണ്ടിലും ഏകദേശം സെയിം കാര്യമാണ് അല്ലെ. ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അല്ലെ. ട്യൂബുകൾ കടത്തി വിട്ടിട്ട് എന്താണ് ഒന്നോ രണ്ടോ ചെറിയ മുറിവുകൾ ചെറിയ ബ്ലോക്കുകളാണെങ്കിൽ നമ്മൾ തീർക്കും.
അതല്ലെങ്കിൽ വലിയ ബ്ലോക്ക് ആണ്, ഒരു 90%, ഒരു 4-3 ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മ ഓപ്പൺ സർജറി ചെയ്യും, ബൈപ്പാസ് സർജറി ചെയ്യും. പക്ഷെ ഇതിന്റെ രണ്ടിലും ഏകദേശം ഒന്നെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് മാറ്റാണ് അല്ലെ, ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റാണ്. അപ്പൊ ക്രയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മ ആ ഒരു ഭാഗത്തെ എന്താണ് സെൽസ് ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയർ ആണ്. ഇങ്ങനെ ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള ഒരു പ്രൊസീജിയർ ആണ് ക്രയോതെറാപ്പി. ഇപ്പൊ ബ്രസ്റ്റിന്റെ അവിടെയാണ് അല്ലെങ്കിൽ കൈയിന്റെ അവിടെയാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഭാഗത്തെ ടിഷ്യൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്രയോതെറാപ്പി. അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗം ബൾജ് ചെയ്ത് നിൽക്കണ്ടേ, ഊതിവീർത്ത പോലെ നിൽക്കണം അല്ലെ, ശരിയായ രീതിയിൽ നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ അനസ്തീഷ്യക്ക് മുമ്പും ശേഷവും അവരുടെ റിസോസിറ്റേഷനിൽ ശ്വാസനത്തെ സഹായിക്കുന്നതിന് വേണ്ടി, അത് ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി പൈപ്പ്ഡ് ഇൻ ലാർജ് ഹോസ്പിറ്റൽ ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം എ ടാങ്ക് അല്ലെ. നമ്മുടെ വലിയ വലിയ ഹോസ്പിറ്റലില് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പൈപ്പ് ലൈൻ വഴി, പൈപ്പുകളിൽ കൂടിയാണ് നൽകുന്നത്. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം ടാങ്ക്. പക്ഷെ കൂടുതലും സാധ്യത നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ടാങ്കുകളിൽ നിന്ന് വിതരണം ചെയ്യാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ ആണോ? വലിയ ഹോസ്പിറ്റലില് ഇത് പൈപ്പ് ലൈൻ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ സാധ്യത ഇത് ടാങ്കുകളിൽ നിന്ന് നൽകുന്നതിനാണ്. അതായത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് 2 രീതിയിൽ നൽകാം. ഒന്ന് ടാങ്കുകളിൽ നിന്ന് നേരിട്ടും നൽകാം, 2 പൈപ്പ് ലൈൻ വഴിയും നൽകാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നൈട്രജൻ, മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ. നൈട്രജൻ ഈസ് മെഡിക്കൽ ഗ്യാസ്. നിങ്ങളുടെ ഈ ഒരു സംശയം വരുന്നത് കാരണമാണ് കേട്ടോ മിസ് നേരത്തെ തന്നെ ക്രയോതെറാപ്പി, ക്രയോ സർജറി പറഞ്ഞു തന്നത്. ഓക്കെ, നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി to remove some cancer and skin lesion, and also for the storage of tissue, cells and blood in cryogenic temperature to avoid oxidation of the sample. എന്ന് വെച്ചാൽ നമ്മ മെഡിക്കൽ ഈ ഒരു നൈട്രജൻ ക്രയോ സർജറി ചെയ്യുന്ന സമയത്ത്, അതായത് ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രയോ സർജറിയുടെ ഭാഗമായിട്ട് നമ്മ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നൈട്രജൻ ഭയങ്കര ഫ്രീസ് ആയിട്ടുള്ള ഒരു വാതകമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മ മുറിവുകൾ പറ്റി അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടല് അല്ലെങ്കിൽ മുളച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെക്കാറുണ്ട്, ഐസ് വെക്കാറുണ്ടോ? ഐസ് വെക്കാറുണ്ടോ? എവിടെയെങ്കിലും ഇങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ഭാഗം തണുത്തിട്ട് നമുക്ക് വേദനയൊക്കെ കുറയും അല്ലേ? ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ഒക്കെ കുറയോ? കുറയും. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള മരവിക്കും അല്ലെ? അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള ക്രയോ സർജറി, ബ്ലീഡിങ് നിൽക്കും അല്ലെ? അപ്പൊ ക്രയോ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം നമ്മൾ ഏതൊരു പൊസിഷൻ, ഏതൊരു സ്ഥലത്താണോ ഇങ്ങനെയുള്ള ടിഷ്യൂസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഈ സർജറി ചെയ്യുന്നത്, ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നൈട്രജൻ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? എക്സ്ട്രീം കോൾഡ്, ഭയങ്കര തണുപ്പ് ഉപയോഗിച്ച് ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഫ്രീസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂസും സെൽസ് ഒക്കെ എന്താണ് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൽ ഓക്സിഡേഷൻ സംഭവിക്കും അല്ലേ? ആണോ? അഡീഷൻ ഓഫ് ഓക്സിജനും കൂടി കലർന്നിട്ട് നമുക്ക് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ ടിഷ്യൂസ്, സെൽസ്, ബ്ലഡുകളൊക്കെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -153 ഡിഗ്രി സെൽഷ്യസിനെയാണ് ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ബിലോ -153 ഡിഗ്രി സെൽഷ്യസിനെയാണ് ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നത്? ക്രയോ സർജറി ചെയ്യുന്ന സമയത്ത് അല്ലെ? നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടിഷ്യൂസിന്, ക്യാൻസർ ബാധയൊക്കെ ഏറ്റിട്ടുള്ള ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ചെയ്യുന്ന സർജറിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രയോ സർജറി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്രയോ സർജറി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സ്കിൻ ലീഷൻ അല്ലെ, എന്താണ് നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ടിഷ്യൂസ്, സെൽസുകള്, ബ്ലഡുകളൊക്കെ സൂക്ഷിക്കുന്നത് ക്രയോജനിക് ടെമ്പറേച്ചർ, ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ടെമ്പറേച്ചർ ഒന്ന് പറയണോ? ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -153 ഡിഗ്രി സെൽഷ്യസിനെയാണ്. മൈനസ് ആണ് കേട്ടോ. 153 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ഒരു ബ്ലഡ് സാമ്പിളുകള്, ടിഷ്യൂസ്, സെൽസുകളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ഓക്സിഡേഷൻ സംഭവിക്കും അല്ലേ? ഓക്സിജൻ അഡീഷൻ ആയിട്ട് ചേർന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ചേർന്ന് നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ ആ ഒരു സാമ്പിള് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ദി മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ലങ്സ് ഫങ്ഷൻ ടെസ്റ്റ്. കൂടാതെ എന്താണ് ഈ ഒരു ഗ്യാസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന്? നമ്മുടെ ലങ്സ് ഫങ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ആയിട്ടും നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നമ്മുടെ ശ്വാസകോശ പരിശോധനയ്ക്കായി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. ക്രയോ സർജറി എന്ന് പറയുന്നത് സർജറിയാണ്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞില്ലേ? അതേപോലെ സർജറി എന്ന് പറഞ്ഞത്, ക്രയോ സർജറി എന്ന് പറഞ്ഞത് സർജറിയാണ്. ക്രയോ തെറാപ്പി എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ്. മനസ്സിലായോ അത് തമ്മിലുള്ള ഡിഫറൻസ്? അപ്പൊ ക്രയോ തെറാപ്പി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് വീർത്ത പോലെ നിന്നാലല്ലേ നമുക്ക് കൂടുതൽ വിസിബിൾ ആവുള്ളൂ ആ ഒരു സ്പേസ്. അപ്പൊ അതിനു വേണ്ടി ആ ഒരു ഭാഗം ഇൻസഫ്ലേറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. നൈട്രജൻ എന്ന് പറയുന്നത് ക്രയോ സർജറി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം ഫ്രീസ് ചെയ്യാനാണ്. എക്സ്ട്രീം കോൾഡ് ഉപയോഗിച്ച് ഫ്രീസ് ചെയ്യാനായിട്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്
പറയുന്നത് നൈട്രജൻ ആസ് എ ഗ്യാസ് is used to power tools in place where they do not have instrument air. Instrument air ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ നൈട്രജൻ ഗ്യാസ് പവർ ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കാറിന് ടയറില് എയറിന് പകരം നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലോ? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതെന്താണ്? ഒരു പവർ ടൂൾ ആയിട്ടും നമുക്ക് ഈ നൈട്രജൻ മെഡിക്കൽ എയർ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉപയോഗിക്കാനായി സാധിക്കുന്നു. കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും അല്ലെ? ആൽവിൻ ആണോ? നൈട്രജൻ ഉപയോഗിച്ച് നൈട്രജൻ ടയറില് കയറ്റി കഴിഞ്ഞാലോ അപ്പൊ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? മെഡിക്കൽ എയർ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇതൊരു പവർ ടൂൾ ആയിട്ട് യൂസ് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് comes from a multiple of cylinder and is piped at pressure with an alarm system at the source and on the usage. മിക്കവാറും ഈ ഗ്യാസുകൾ, ഈ നൈട്രജൻ ഗ്യാസ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ് അല്ലെ? ഒരുപാട് സിലിണ്ടേഴ്സിൽ നിന്നാണ് നമുക്കത് വരുന്നത്, ലഭിക്കുന്നത്. കൂടാതെ ഈ സിലിണ്ടേഴ്സ് നമ്മുടെ ഔട്ട്ലെറ്റുമായിട്ട് പൈപ്പ് ലൈൻ വഴിയായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ അതിൽ എന്തുണ്ടായിരിക്കും? അലാം സിസ്റ്റം ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ട് അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അലാം സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓൺ ദ യൂസ് സൈറ്റിലേക്ക് എന്താണ്? നമ്മുടെ മെയിൻ സിസ്റ്റത്തിൽ നിന്നും, മെയിൻ ഗ്യാസുകൾ, മെയിൻ സിലിണ്ടേഴ്സിൽ നിന്നും പൈപ്പ് ലൈൻ വഴിയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? മിസ് നേരത്തെ പറഞ്ഞു ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞു അല്ലെ? ഇതാണ് സ്വിച്ച് ബോർഡ് പോലെ കാണപ്പെടുന്നു. നമുക്ക് അവിടെ സിലിണ്ടേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ടോ? സിലിണ്ടേഴ്സ് കാണാൻ ഇല്ല അല്ലെ? കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ സിലിണ്ടേഴ്സ് ഇരിക്കുന്ന ഭാഗത്ത് നിന്നും നമ്മുടെ ഈ ഔട്ട്ലെറ്റുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയായിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? സപ്ലൈ ചെയ്യുന്നത്. കൂടാതെ ഇപ്പൊ ഗ്യാസുകളാണ് അല്ലെ? ഗ്യാസുകളൊക്കെ എന്താണ്? ചിലപ്പോ ലീക്കേജ് ഒക്കെ സംഭവിക്കാം അല്ലെ? അല്ലെങ്കിൽ ആ ഒരു ഗ്യാസുകൾ വരുന്ന പ്രഷറിൽ വേരിയേഷൻസ് വരാം അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ എന്താണ്? ലീക്കേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മ ആ ഗ്യാസിന്റെ അവിടെ എത്തുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരും അല്ലെ? ആണോ? ആണ് അല്ലെ? പക്ഷെ നമുക്ക് ഈ വലിയ ഹോസ്പിറ്റലില് പൈപ്പ് ലൈൻ വഴിയൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ്? നമ്മ അലാം സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? പ്രഷറിന്റെ വേരിയേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്, ലീക്കേജ് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ അലാംസ്. നമ്മൾ വലിയ വലിയ ഫ്ലാറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോ ഒരു പുക വരുന്നുണ്ട് അല്ലെങ്കിൽ തീപിടുത്തുണ്ടായാൽ എന്താണ്? അവിടുത്തെ അലാം സിസ്റ്റം അടിച്ചുകൊണ്ടിരിക്കില്ലേ? കണ്ടിട്ടുണ്ടോ അത്? ഓക്കെ ആണോ? അപ്പൊ അത് നൈട്രജൻ ഓക്കെ ആണോ എല്ലാവർക്കും? നൈട്രസ് ഓക്സൈഡ് എടുക്കട്ടെ മിസ്. നൈട്രസ് ഓക്സൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, ലോഫിംഗ് ഗ്യാസ്. കേട്ടിട്ടുണ്ടോ? മൂവീസിലൊക്കെ കാണിക്കാറുണ്ട്, ചില മൂവീസിലൊക്കെ ഉണ്ട്. ആ ഗ്യാസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കും അല്ലേ? വെറുതെ ചിരിച്ചോണ്ടിരിക്കും. ആ ഒരു ഗ്യാസ് ശ്വസിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്? നൈട്രസ് ഓക്സൈഡ്. ഈ 7 ഗ്യാസുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ഇസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലോഫിംഗ് ഗ്യാസ്. എന്താണ്? നൈട്രസ് ഓക്സൈഡിനെ നമ്മൾ പൊതുവായി പറയുന്നത്, കോമൺലി പറയുന്നത് എന്താണ്? ലോഫിംഗ് ഗ്യാസ് എന്നാണ്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറിക്കൽ സർജിക്കൽ പ്രൊസീജിയർ ആസ് ബോത്ത് ആൻ അനസ്തെറ്റിക് ആൻഡ് അനൽജസിക്. എന്താണ്? നമ്മ ഈ ഒരു
ഗ്യാസ് ഒരുപാട് സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സർജറിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അനസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് അല്ലെ, അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ അനർജസിക് വേദന ഇല്ലാതാക്കുന്നതിനുള്ള മരുന്നായിട്ടും നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് അനസ്തെറ്റിക് എന്താണ്, ഗുഡ് അനസ്തെറ്റിക് ഏജന്റ് ആണ്. നമുക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. കൂടാതെ വേദന ഇല്ലാതാക്കുന്ന മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? വിച്ച് ഗ്യാസ് ഈസ് കോമൺലി നോൺ ആസ് ലോഫിംഗ് ഗ്യാസ് എന്ന് ചോദിക്കാം. പിന്നെ ന്യൂമറിക്കൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ ആണോ? നൈട്രസ് ഓക്സൈഡ് അല്ലെ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻ ഉള്ളതാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? മിസ് എടുത്തത് ഇത്രയും ഭാഗം. വാക്വം എടുക്കട്ടെ. ഇനി വാക്വം നമുക്ക് കണ്ടിട്ടുണ്ട്. വാക്വം അറിയോ? ഓർമ്മ അറിയോ? വാക്വം പൈപ്പിട് കണ്ടിട്ടുണ്ട് അല്ലെ. പല ഡോക്ടർ എടുത്ത് പോകാത്ത ഒരു ചുരുക്കമായിരിക്കും. ആണോ? റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഒക്കെ പോയവരുണ്ടാവും. കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരെന്താണ് റൂട്ട് കനാലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റുകളൊക്കെ വലിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതാണ് എന്ത്? വാക്വം. ഓക്കെ ആണോ? അത് നോക്കാം. സക്ഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി, സക്ഷൻ ചെയ്ത ആ ഒരു ഭാഗത്ത് വേസ്റ്റുകൾ, ബ്ലഡ്, മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയൊക്കെ അവർ ഉപയോഗിക്കുന്നത്. പൈപ്പഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ വിഷൻ ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ അല്ലെ. എന്താണ് നമ്മുടെ ഈ ഒരു പൈപ്പഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം, ഈ ഒരു വാക്വം നമ്മൾ മുന്നിലേക്ക് ഉപയോഗിക്കുന്നത് പേഷ്യൻസിനെ ഡ്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ ഊറ്റിയെടുക്കുക, വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആസ്പിരേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ വലിച്ചെടുക്കുന്നതിന് വേണ്ടി, സക്ഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ് അല്ലെ. ഈ ഒരു വാക്വം നമ്മൾ ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റലിലെ സക്ഷൻ എക്യുപ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ വലിച്ചെടുക്കുന്നതിനുള്ള എക്യുപ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്വം ഉപയോഗിക്കുന്നത്. വാക്വം വിൽ വേരി അക്രോസ് ദ പൈപ്പ് ലൈൻ. നമ്മുടെ ഈ ഒരു പൈപ്പ് ലൈനിൽ വാക്വം സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ലൈനിൽ ഉടനീളം ഇതെന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ, വേരി ചെയ്യുന്നുണ്ട്. But is commonly measured around 75 kilopascal. ഇത് കോമൺ ആയിട്ട് ഇത് നിലനിർത്തുന്നത് ഈ ഒരു പൈപ്പ് ലൈനിന്റെ ഒരു വാക്വത്തിന്റെ ആ ഒരു പ്രഷർ നമ്മൾ എത്രയിലാണ്? 75 kilopascal മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കിലോ പാസ്കൽ എന്ന് പറയുന്നത് ആ ഒരു പ്രഷറിന്റെ യൂണിറ്റിനെയാണ് കിലോ പാസ്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പൈപ്പ് ലൈനില് നമ്മുടെ വാക്വത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം ഒരു 75 കിലോ പാസ്കൽ ആയിരിക്കും. ഓക്കെ ആണോ? വാക്വം എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് പറയണോ ഭീഷ്മ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് കംപ്രസ്ഡ് എയർ അല്ലേ. അത് ഓക്കെ അല്ലേ? വാക്വം ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് കംപ്രസ്ഡ് എയർ അല്ലെ. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. നമ്മൾ ഈ ഒരു കംപ്രസ്ഡ് എയർ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടും നോൺ മെഡിക്കൽ ഏരിയാസിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. The medical uses includes laboratory work, inhalation therapy and powering on surgical tools. നമ്മൾ മെഡിക്കൽ ഏരിയാസിൽ ഈ ഒരു കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ലബോറട്ടറിയിൽ നമ്മുടെ പാർട്ടിക്കിൾ മെഷറിംഗ് എക്യുപ്മെന്റിൽ ഇൻസ്ട്രുമെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹലേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞുതരാട്ടോ, സർജിക്കൽ ടൂൾസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പവർ ആയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. 75 കിലോ പാസ്കൽ എന്നാണ്. KPa എന്ന് പറഞ്ഞാല് കിലോ പാസ്കൽ എന്നാണ്. കിലോ പാസ്കൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ ഇല്ലേ,
ഒരു ഗ്യാസ് കടത്തിവിടുന്ന ഒരു പ്രഷർ ഉണ്ടാവും അല്ലെ, മർദ്ദം. അപ്പൊ ആ ഒരു മർദ്ദത്തിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിലോ പാസ്കൽ എന്ന് പറയുന്നത്. ആ ഒരു 75 കിലോ പാസ്കലിലായിരിക്കും ആ ഒരു വാക്ക് നമ്മ പൈപ്പ് ലൈനിൽ കൂടി കടത്തിവിടുന്നത്. ഓക്കെ ആണോ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? കംപ്രസ്ഡ് എയർ ഒക്കെ ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കല്ലേ. ഇപ്പൊ ക്രയോ സർജറി, ക്രയോതെറാപ്പി ഒക്കെ മിസ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ആർട്രോസ്കോപ്പി അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആകുന്നതിന് വേണ്ടി ആ ഒരു ഭാഗം ഇൻസർക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. നൈട്രജൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്രയോ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം എക്സ്ട്രീം കോൾഡ് കടത്തിവിട്ട് ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, നൈട്രജൻ ഉപയോഗിക്കുന്നു. ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -153 ഡിഗ്രി സെൽഷ്യസ് ബിലോ നമ്മുടെ -153 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്രയോ സർജറി എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസർ ഒക്കെ വരില്ലേ, ക്യാൻസർ, ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ, അതല്ലെങ്കിൽ നമ്മുടെ കൈയുടെ മസിലിന്റെ അവിടെ എങ്ങാനും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ടിഷ്യൂസിന് ഡാമേജ് ഒക്കെയാണ് അല്ലെ ക്യാൻസറിന് കാരണമാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസ് റിമൂവ് ചെയ്യണ്ടേ, റിമൂവ് ചെയ്യണം അല്ലെ. അപ്പൊ റിമൂവ് നമുക്ക് പച്ചയോടുകൂടി റിമൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ നൈട്രജൻ ഒക്കെ കിടത്തി വിട്ട് ആ ഒരു ഭാഗം എക്സ്ട്രീം ഫ്രീസ് ചെയ്യും, ഭയങ്കരമായിട്ട് ഫ്രീസ് ചെയ്തിട്ട് അവിടെ എന്താണ് സർജറി നടത്തുന്നത്, ടിഷ്യൂസിനെ റിമൂവ് ചെയ്യും. അപ്പൊ ആ ഒരു സർജറിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സ്ട്രീം കോൾഡ് കടത്തിവിട്ട് മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൈട്രജൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? 7 ഗ്യാസുകൾ ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് സിസ്റ്റം, കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. നമ്മുടെ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് അല്ലെ, ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വരുന്നത് സോഴ്സ് ഓഫ് സപ്ലൈ. നമുക്ക് ഈ ഗ്യാസുകൾ എല്ലാ ഏരിയാസിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനൊരു സോഴ്സ് വേണം അല്ലെ, അതിനൊരു ഉറവിടം വേണ്ടി. നമ്മുടെ വീട്ടില് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സോഴ്സ് ഉണ്ട്, സിലിണ്ടർ ഉണ്ട് അല്ലെ, അവിടെ ഗ്യാസിന്റെ സിലിണ്ടർ ഉണ്ടോ? ഉണ്ട്. അതേപോലെ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലേക്കും ഈ ഗ്യാസുകൾ നൽകുന്നതിന് വേണ്ടി, സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു സോഴ്സ് വേണ്ടേ? അതാണ് ഫസ്റ്റത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ഈ സോഴ്സിൽ നിന്ന് നമ്മുടെ ഗ്യാസുകൾ എല്ലാ ഏരിയാസിലും, ഐസിയുല്, വെന്റിലേറ്റേഴ്സില്, വാർഡ്സുകളില്, റൂംസുകളില് അത് എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയാണ് അല്ലെ, പൈപ്പിങ്ങുകൾ വഴിയല്ലേ. അതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വാൽസുകൾ ഉണ്ട് അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗ്യാസുകൾ കൺട്രോൾ ചെയ്യണം, ആ ഒരു ഭാഗത്തേക്ക് ഗ്യാസ് പോകുന്നത് നമുക്ക് തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി വാൽവുകൾ യൂസ് ചെയ്യുന്നു. നമ്മുടെ വീട്ടില് വാൽവുകൾ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് മെയിൻ വാൽവ് ഉണ്ട്, സർവീസ് വാൽവുകളുണ്ട് അല്ലെ. അപ്പൊ മെയിൻ വാൽവ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഒരു ഏരിയാസിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടില്ല അല്ലെ. മെയിൻ വാൽവ് പൊട്ടിക്കഴിഞ്ഞാൽ സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ ബാത്റൂമിന്റെ അവിടെയാണെങ്കിൽ അവിടുത്തെ വാൽവ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിലേക്ക് മാത്രം വെള്ളം കിട്ടില്ല, ബാക്കി ഏരിയാസിലേക്കൊക്കെ വെള്ളം കിട്ടും അല്ലേ. ആണോ? അപ്പൊ എന്താണ്, 2 തരത്തിലുള്ള വാൽവുകൾ ഉണ്ട് അല്ലെ. അതേപോലെ എന്താണ്, നമുക്ക് ആ ഒരു ഗ്യാസുകളെ
കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാൽസുകൾ ഉണ്ട്. ഓക്കെ ആണോ? അത് മൂന്ന് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഫോർ മോണിറ്ററിംഗ്. അല്ലെ, നമുക്ക് നിരീക്ഷിക്കുന്നതിന് വേണ്ടി മിസ് നേരത്തെ പറഞ്ഞു പ്രഷറിൽ ആ ഒരു ഗ്യാസുകൾ നൽകുന്ന പ്രഷറിൽ വേരിയേഷൻസ് വരാം. അതല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലെ, ഇങ്ങനെ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ടു സപ്ലൈ ഗ്യാസസ്, ഗ്യാസുകള് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എന്തുണ്ട്, ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അത് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്പൊ മിസ് ഒന്നുകൂടെ എടുത്തരാം. ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും ഉണ്ടായിരിക്കും. നമ്മുടെ വീട്ടില് ഗ്യാസ് നമ്മൾ നൽകുമ്പോൾ എന്താണ്, നമുക്ക് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് വലിച്ചെടുക്കുന്ന ഒരു ഏരിയാസ് ഉണ്ട് അല്ലെ, ആ ഒരു പോയിന്റില് റെഗുലേറ്ററിന്റെ അവിടെ, അതാണ് ഇൻലെറ്റ് അല്ലെ, അതാണ് ഇൻലെറ്റ് അല്ലെ. നമ്മുടെ ആ ഒരു സോഴ്സിൽ നിന്ന് ഗ്യാസിനെ വലിച്ചെടുക്കുന്ന ആ ഒരു പോയിന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഇപ്പുറത്തെ സൈഡില് നമ്മുടെ ആ ഒരു സ്റ്റൗവിലേക്ക് ഗ്യാസ് കൊടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടോ, പുറത്തേക്ക് കൊടുക്കാണ് അല്ലെ, അതാണ് ഔട്ട്ലെറ്റ്. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെയുള്ള ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്വിച്ച് ബോർഡ് പോലെ നമ്മുടെ എക്യുപ്മെന്റുകൾക്ക് ഗ്യാസുകൾ നൽകുന്ന പോയിന്റ് ഇല്ലേ, സ്വിച്ച് ബോർഡ് പോലെയൊക്കെ. അപ്പൊ അതാണ് ഔട്ട്ലെറ്റ്. പിന്നെ മെയിൻ സോഴ്സിൽ നിന്ന് നമ്മുടെ പൈപ്പ് ലൈനിലേക്ക് ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മിസ് എടുക്കാട്ടോ, നമുക്ക് വരുന്നുണ്ട്. മിസ് ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു എന്നാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് വേഗം എടുക്കാനോ. നെക്സ്റ്റ് സെക്കൻഡറി എക്യുപ്മെന്റുകൾ അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു ഗ്യാസ് സിലിണ്ടറും ഇൻലെറ്റും ഔട്ട്ലെറ്റുകൾ അല്ലാതെ എന്താണ്, ഹോസ് ഉണ്ട്, റെഗുലേറ്റേഴ്സ് ഉണ്ട് അല്ലെ, ആണോ? അതൊക്കെ എന്താണ്, സെക്കൻഡറി എക്യുപ്മെന്റ്സുകളാണ് അല്ലെ. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു എക്യുപ്മെന്റുകളല്ലേ റെഗുലേറ്റേഴ്സ്, ഹോസുകളൊക്കെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഓക്കെ ആണോ എല്ലാവർക്കും? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് നമ്മ സോഴ്സ് ആണ് അല്ലെ പറഞ്ഞത്. അപ്പൊ സോഴ്സസ് ആർ റിസർവ്സ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റം പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴി മെഡിക്കൽ വാതകങ്ങളുടെ ഒഴുക്ക് നൽകുന്ന സ്രോതസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സസ് എന്ന് പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം അതായത് സോഴ്സ്, ആ ഒരു മാനിഫോൾഡ് സിസ്റ്റം വഴി എന്താണ് നമ്മുടെ മെഡിക്കൽ ഗ്യാസുകൾ പൈപ്പ് ലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സസ് എന്ന് പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം ഇറ്റ് കണ്ടെയ്ൻസ്, ഒരു മിനിറ്റ്, മിസ് സ്ക്രീനിൽ ഒരു ഇത് എടുത്തിട്ടേക്കുന്നത് കണ്ടോ? അപ്പൊ അതിന്റെ എന്താണ്, രണ്ട് സൈഡിലും ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ് അല്ലെ, ഇല്ലേ, കണ്ടോ അല്ലെ? കണ്ടോ? അതേപോലെ എന്താണ്, നടുക്ക് ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അല്ലെ, ഗേജ് ഉണ്ട്, പ്രഷർ നോക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ ഇതിലും മിസ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും രണ്ട് സിലിണ്ടേഴ്സ് ഉള്ളൂ. ചില ഇവിടെ ഇങ്ങനെയാണ്, ചിലപ്പോ 7, 8, 10 സിലിണ്ടേഴ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും രണ്ട് സൈഡിലും. അപ്പൊ ഇങ്ങനെയുള്ള സോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിത് നോക്കാം കേട്ടോ, പറഞ്ഞുതരാം. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 ബാങ്ക്സ്. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇതില് ഹൈ പ്രഷർ ഉള്ള സിലിണ്ടേഴ്സ് അടങ്ങുന്ന 2 ബാങ്കുകൾ ഉണ്ടായിരിക്കും. അതായത് ഇവിടെ കണ്ടില്ലേ, രണ്ട് സെക്ഷൻ ആയിട്ട് അല്ലെ.
അതേപോലെ ഹൈ പ്രഷറിലുള്ള സിലിണ്ടേഴ്സ് അടങ്ങുന്ന 2 ബാഗുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? അപ്പോ എന്റെ ഓക്കെ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സാറിന് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് വൺ ഈസ് ബാക്കപ്പ് ടു ദി അതർ. എന്താണ്? ഒന്നിന്റെ ബാക്കപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാറിനൊക്കെ ബാക്കപ്പ് സ്റ്റെപ്പിന് കയറുന്നൊക്കെ പറയാറുണ്ട്. അറിയോ? എന്നുവെച്ചാൽ എന്താണ്? ഒരെണ്ണം കംപ്ലൈന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതേപോലെ എന്താണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ഈ ഒരു ഭാഗത്തെ ഗ്യാസുകൾ സിലിണ്ടേഴ്സിന്റെ ഗ്യാസുകൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതർ സൈഡിൽ നിന്ന് അല്ലെ, ഇപ്പൊ റൈറ്റ് സൈഡിലെയാണ് സിലിണ്ടേഴ്സിലെ ഗ്യാസ് തീർന്നതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എവിടെ കൊടുക്കും? ലെഫ്റ്റ് സൈഡിലുള്ള സിലിണ്ടേഴ്സിൽ നിന്ന് ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഒന്നിന്റെ ബാക്കപ്പ് പോലെ പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? നിങ്ങൾക്ക് അടുത്ത ദിവസം വേറെ ഇട്ട് തരാം കേട്ടോ, മാനിഫോൾഡ് സിസ്റ്റം ഒക്കെ. ഇതിപ്പോ ഓക്കെ ആണോ നിങ്ങൾക്ക്? നെക്സ്റ്റ് പറയുന്നത് the control panel is installed for primary and secondary regulators. അല്ലെ, നമ്മുടെ പ്രൈമറി നമ്മൾ ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ ഇത് പ്രൈമറി റെഗുലേറ്റേഴ്സും ഇത് സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ 2 റെഗുലേറ്റേഴ്സിന്റെ അടുത്തായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കൺട്രോൾ പാനൽസ് ഫിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ അതിന്റെ ആ ഒരു ഗ്യാസിന്റെ ഫ്ലോ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, പ്രഷർ നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രഷർ റെഗുലേറ്റേഴ്സ് ആൻഡ് വാർണിംഗ് ലാംപ്സുകളെ കൂടാതെ പ്രഷേഴ്സ് ഒക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്ററും വാർണിംഗ് ലാമ്പുകളും ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും ലീക്കേജ് ഉണ്ട്, അല്ലെങ്കിൽ പ്രഷറിൽ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് വാർണിംഗ് ലാമ്പുകളും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? മാനിഫോൾഡ് സിസ്റ്റം നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞതേ. അപ്പൊ ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ ചാപ്റ്റർ?
അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, Miss.